ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് വീണ്ടും ജയം. 18 സീറ്റുകളിൽ UDF വിജയിച്ചു. തൃശൂരെടുത്ത് സുരേഷ് ഗോപി. തൃശൂരിൽ കോൺഗ്രസിന് സംഭവിച്ചത് അപ്രതീക്ഷിത തോൽവിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നടന്നത് BJP കോൺഗ്രസ് ഡീലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ചാലക്കുടിയിൽ കോൺഗ്രസിലെ ബെന്നി ബെഹനാന് വൻ വിജയം. 63,754 വോട്ടുകൾക്ക് ബെന്നി ബെഹനാൻ വിജയിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് വീണ്ടും ജയം. 18 സീറ്റുകളിലാണ് UDF വിജയിച്ചത്. LDF ഒരു സീറ്റിലും, ഇതാദ്യമായി തൃശ്ശൂരിലൂടെ BJP ഒരു സീറ്റിലും വിജയിച്ചു. 2019 ഇടതുപക്ഷത്തിന് ആശ്വസിക്കാൻ ഒരു കനൽത്തരി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരിക്കൽ കൂടി ആഞ്ഞടിച്ച UDF തരംഗത്തിൽ നിലംപരിശായ LDFന് ഒരു കനലടഞ്ഞ് മറ്റൊന്ന് എരിഞ്ഞതിൻ്റെ ആശ്വാസം മാത്രം ബാക്കി. തൃശൂർ സുരേഷ് ഗോപി അങ്ങ് എടുത്തതോടെ സംസ്ഥാനത്താദ്യമായി BJP അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 2ാം സ്ഥാനത്തെത്തിയതും ആറ്റിങ്ങലിൽ V മുരളീധരനോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താനായതും കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ ഗ്രാഫിലെ ഉയർച്ച എടുത്തു കാണിക്കുന്നു. 2019 രാജ്യത്താകെ മോദി തരംഗം മാഞ്ഞു വീശിയപ്പോൾ മുഖം തിരിച്ചു നിന്ന സംസ്ഥാനത്ത് ഇത്തവണ താമര വിരിഞ്ഞെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് മങ്ങലേറ്റിട്ടുണ്ട്. ശബരിമല വിവാദങ്ങളും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും കഴിഞ്ഞ LDFൻ്റെ തോൽവിക്ക് പ്രധാന കാരണമായപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരമാണ് ഇത്തവണ പരാജയത്തിന് ആധാരമെന്നാണ് വിലയിരുത്തൽ. കോട്ടകൾ തിരിച്ചുപിടിക്കാൻ CPMഉം ഇടതുപക്ഷവും KK ശൈലജയടക്കമുള്ള ജനകീയ മുഖങ്ങളെയും പരിചയസമ്പന്നരെയും കളത്തിലിറക്കിയെങ്കിലും ഫലം കണ്ടില്ല. ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രചരണത്തിനിറങ്ങിയിട്ടും സമസ്ത നേതൃത്വവുമായി ചങ്ങാത്തം സൃഷ്ടിച്ചിട്ടും മുസ്ലിം വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ CPMനായില്ല. ഈ നിലപാടുകൾ ചില മണ്ഡലങ്ങളിൽ മറ്റു വിഭാഗങ്ങളെ അകറ്റാനും ഇടയാക്കി. ശക്തമായ മത്സരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച വടകരയിൽ പാർട്ടിയിൽ ഏറ്റവും ജനകീയ മുഖങ്ങളിലൊന്നായ KK ശൈലജയെ മത്സരിപ്പിച്ചിട്ടും തകർന്നടിയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കണ്ണൂരിലും കാസർഗോഡും പാർട്ടി ജില്ലാ സെക്രട്ടറിമാരെ മത്സരത്തിനിറക്കിയിട്ടും രക്ഷയുണ്ടായില്ല. മത്സരത്തിനിറങ്ങാൻ മടിച്ചിരുന്ന K സുധാകരൻ കണ്ണൂരിൽ വീണ്ടും 1,00,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചത് CPMനെ ഞെട്ടിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP A ആരിഫും കനത്ത പരാജയം ഏറ്റുവാങ്ങി. കോട്ട തിരിച്ചുപിടിക്കാൻ PB അംഗത്തെ പാലക്കാട് ഇറക്കിയിട്ടും വോട്ടെണ്ണിയപ്പോൾ ശ്രീകണ്ഠന് വിജയരാഘവൻ ഒരു തരത്തിലും വെല്ലുവിളിയായില്ലെന്നതാണ് വ്യക്തമാക്കുന്നത്. ആലത്തൂരിൽ കഴിഞ്ഞ തവണ 1,50,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച രമ്യ ഹരിദാസിനെ K രാധാകൃഷ്ണനെ മുട്ടുകുത്തിക്കാനായത് തിരിച്ചടികൾക്കിടയിൽ CPMൽ വലിയ ആശ്വാസമായി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും സംസ്ഥാന സർക്കാരിനെതിരായ വികാരവും UDFൻ്റെ വിജയത്തിന് സഹായകമായി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന പ്രചരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയും പ്രയോജനം ചെയ്തില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. രാഹുൽ തരംഗം പ്രകടമായ 2019 പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉയർത്തി UDF സ്ഥാനാർത്ഥികൾ. 7ഇടങ്ങളിൽ 1,00,000-നാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. 2019 പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷമുയർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈബി ഈഡൻ, കോഴിക്കോട്ട് MK രാഘവൻ, വടകരയിൽ ഷാഫി പറമ്പിൽ എന്നിവരുടെ ലീഡ് 1,00,000 കടന്നു. രണ്ടാമതുള്ള LDF സ്ഥാനാർത്ഥി KJ ഷൈന് ലഭിച്ച ആകെ വോട്ടിനേക്കാൾ കൂടുതലാണ് ഹൈബി ഈഡന്റെ ലീഡ്. UDFൽ പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറും നിലവിൽ ലീഡ് 1,00,000 കടന്നു. ഇതിൽ ET മുഹമ്മദ് ബഷീർ 2,50,000 മറികടന്നു. വയനാട്ടിൽ രാഹുലിന്റെ ഭൂരിപക്ഷവും 2,00,000 കടന്നു. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് രാഹുലിന് ശേഷം കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡീൻ ആയിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ജനങ്ങളെ വണങ്ങുന്നുവെന്നും നരേന്ദ്രമോദി തൻ്റെ രാഷ്ട്രീയ ദൈവമാണെന്നും സുരേഷ് ഗോപി. തൃശ്ശൂർ ഞാനെടുത്തതല്ല, അവർ എനിക്ക് തന്നതാണ്, വഞ്ചിക്കില്ല, ചതിക്കില്ല, പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല, സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വിജയം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് പ്രകാരം 75,079 സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. 2ാം സ്ഥാനത്ത് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 4,00,000-ലേറെ വോട്ട് നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി വെന്നിക്കൊടി പാറിച്ചത്.
2019 TN പ്രതാപൻ ഉയർത്തിയ 4,15,089 വോട്ടുകളുടെ അടുത്തുപോലും എത്താൻ മുരളീധരന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. 1 ലക്ഷത്തിലേറെ വോട്ടുകൾ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് കൂടുതൽ പിടിക്കാനും സാധിച്ചു. ഇത് വളരെ നിർണായകമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ മണ്ഡലത്തിൽ നേരിട്ടെത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടെ തൃശൂർ എനിക്ക് വേണം, ഞാനങ്ങ് എടുക്കുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ആ ഡയലോഗ് വലിയ രീതിയിൽ തന്നെ ഹിറ്റായിരുന്നു. എന്നാൽ തോറ്റതോടെ തൃശൂർ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ച താരത്തിന് കടുത്ത പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ തൃശൂർ എടുത്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയാകാനും താരത്തിന് സാധിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന് സംഭവിച്ചത് അപ്രതീക്ഷിത തോൽവിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപകടകരമായ നീക്കം നടക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞതാണ്. BJP CPM ഗൂഢാലോചന നടത്തി, അതാണ് തൃശൂരിലെ തോൽവിക്ക് കാരണമെന്ന് VD സതീശൻ പറഞ്ഞു. നമുക്കൊരു അപ്രതീക്ഷിതമായ പരാജയമുണ്ടായി. പക്ഷേ ഞങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ അപകടകരമായ ചില രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്നുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം നടക്കുകയും ED നിരന്തരമായി CPM നേതാക്കന്മാരെ ചോദ്യം ചെയ്യുകയും എന്നാൽ ഒരു അറസ്റ്റ് പോലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നടത്താതിരിക്കുകയും ചെയ്ത സമയത്ത് ഞങ്ങൾ ഈ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ വരെ CPM നേതാക്കൾ അറസ്റ്റിലാകും എന്ന് വ്യാപകമായ പ്രചരണം നടത്തിയിട്ടും ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ സമ്മർദ്ദം ചെലുത്തി യഥാർത്ഥത്തിൽ CPM അവിടെ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ഗൂഢാലോചന, അവിഹിതമായ ഒരു ബന്ധം CPM-ഉം BJP-യും തമ്മിൽ കേരളത്തിൽ ഉണ്ടായതായി ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാത്രമല്ല അവിടുത്തെ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ തൃശ്ശൂർ പൂരം പോലീസ് തന്നെ ഇടപെട്ട് കലക്കുന്നൊരു സംഭവം കൂടി ഉണ്ടായി. തൃശ്ശൂരിൽ നടന്നത് BJP കോൺഗ്രസ് ഡീലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച വോട്ടുകളിൽ നിന്ന് 1 ലക്ഷത്തിലധികം വോട്ടുകളാണ് കാണാതെ പോയത്. ആ വോട്ടുകൾ കൃത്യമായി BJPയിലേക്ക് എത്തുകയും ചെയ്തു. മന്ത്രി രാജൻ പറഞ്ഞു. 558 വോട്ട് കിട്ടിയ കോൺഗ്രസ് 37,796 വോട്ടിലേക്ക് ചുരുങ്ങി. അങ്ങനെ പറഞ്ഞാൽ 15,000 വോട്ട് കോൺഗ്രസിൻ്റെ കാണാനില്ല. BJPയുടെ ഭൂരിപക്ഷവും അത് തന്നെയാണ്. ഞാൻ ഓരോ മണ്ഡലത്തിലെടുത്ത് പറയല്ല, അത് ഒല്ലൂരിൽ പരിശോധിച്ചാലും മണലൂരിൽ പരിശോധിച്ചാലും ഒക്കെ UDFൻ്റെ വോട്ടുകൾ അതിഭീകരമായി നഷ്ടപ്പെടുന്ന, കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകൾ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കഴിഞ്ഞ തവണ വിജയിക്കുമ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും UDF ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത്. 7 നിയോജക മണ്ഡലത്തിലും UDF ആണ് ഒന്നാം സ്ഥാനത്തുണ്ടായത്. ഇപ്പോൾ ഫലം ഏതാണ്ട് അവസാനിക്കുമ്പോൾ 5 നിയോജക മണ്ഡലത്തിൽ ദയനീയമായി കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? ആത്മപരിശോധന നടത്തണം. ഒറ്റ സംശയം മാത്രമേ നമുക്കുള്ളൂ. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയും കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവുമായ കെ മുരളീധരൻ അറിഞ്ഞാണോ അറിയാതെയാണോ ഈ ഡീല് നടന്നിട്ടുള്ളത് എന്ന് ആത്മപരിശോധനയ്ക്ക് ബന്ധപ്പെട്ട ആളുകൾ വിധേയമാക്കണം. ചാലക്കുടിയിൽ കോൺഗ്രസിലെ ബെന്നി ബെഹനാൻ വിജയിച്ചു. 63,754 വോട്ടുകൾക്കാണ് ബെന്നി ബെഹനാൻ വിജയിച്ചത്. LDFിലെ C രവീന്ദ്രനാഥാണ് തൊട്ടുപിന്നിൽ. 2020 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ ഇവിടെ സമാഹരിച്ചു. ചാലക്കുടിയിൽ 2ാം അംഗത്തിനിറങ്ങിയ ബെന്നി ബെഹനാന് വമ്പിച്ച വിജയം. മുഖ്യ എതിർ സ്ഥാനാർത്ഥിയായ പ്രൊഫസർ C രവീന്ദ്രനാഥിനെ 63,754 വോട്ടുകൾക്കാണ് ബെന്നി ബെഹനാൻ പരാജയപ്പെടുത്തിയത്. UDFന് മുൻതൂക്കമുള്ള ചാലക്കുടി, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കുന്നത്തുനാട് എന്നീ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ബെന്നി ബെഹനാന് മികച്ച ലീഡാണ് ലഭിച്ചത്. എന്നാൽ കൊടുങ്ങല്ലൂരും കയ്പമംഗലവും പ്രൊഫസർ C രവീന്ദ്രനാഥിനോടൊപ്പം നിന്നു. കൊടുങ്ങല്ലൂരിൽ 51,725 വോട്ടുകൾ ബെന്നി ബെഹനാൻ നേടിയപ്പോൾ 52,091 വോട്ടുകളാണ് പ്രൊഫസർ C രവീന്ദ്രനാഥ് സമാഹരിച്ചത്. കയ്പമംഗലത്ത് രവീന്ദ്രനാഥിന് 58,286 വോട്ടുകൾ ലഭിച്ചപ്പോൾ 47,598 വോട്ടുകൾ മാത്രമാണ് ബെന്നി ബെഹനാന് ലഭിച്ചത്. ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള ഈ 2 മണ്ഡലങ്ങളിലും കാര്യമായ ഇളക്കമുണ്ടാക്കാൻ ബെന്നി ബെഹനാന് സാധിച്ചിട്ടില്ല. 1,64,000 വോട്ടുകൾ നേടിയ BDJSലെ ഉണ്ണികൃഷ്ണന് തൊട്ടുപുറകിലായി 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലി പോൾ 1,50,020 വോട്ടുകൾ നേടി മണ്ഡലത്തിൽ സാന്നിധ്യം അറിയിച്ചു. ആലുവയിലും അങ്കമാലിയിലും ചാലക്കുടിയിലുമാണ് ബെന്നി ബെഹനാന് കൂടുതൽ വോട്ടുകൾ ലഭ്യമായത്. മീഡിയ ടൈം, മാള. ഇരുനാട്ടിൽ നടന്നു.
കൊട്ടും കുരവയുമായി UDFിൻ്റെ കൊടുങ്ങല്ലൂരിലെ വിജയാഹ്ലാദ പ്രകടനം വൈകിട്ട് 4 മണിയോടെ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കൊടുങ്ങല്ലൂർ വടക്കേമഠയിൽ സമാപിച്ചു. UDF നേതാക്കളോടൊപ്പം പ്രവർത്തകരും നാസിക് ഡോളും ചേർന്നപ്പോൾ കൊടുങ്ങല്ലൂർ വർണ്ണാഭമായി. UDF നേതാക്കളായ TM നാസർ, VM മൊഹീദ്ദീൻ, ES സാബു, KP സുനിൽകുമാർ, KS കമറുദ്ദീൻ, സുജാ റോയ്, സേവ്യർ പങ്കത്ത്, MM അബ്ദുൽ ജബ്ബാർ, സിറാജ്, നൌഷാദ്, സനിൽ സത്യൻ, കവിത മധു, KG മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചസ്തംഭങ്ങളിലൊന്നായ ഹജ്ജ് ദേശഭാഷ വർഗ സവർണ അവർണ ചിന്തകൾക്കതീതമായി വിശ്വമാനവികതയാണ് ഉദ്ഘോഷിക്കുന്നതെന്ന് പ്രമുഖ മതപണ്ഡിതനും കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ഉമ്മർ മുള്ളൂർക്കര അഭിപ്രായപ്പെട്ടു. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇക്കൊല്ലം ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഉമ്മർ മുള്ളൂർക്കരയ്ക്ക് നൽകിയ യാത്രയപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശ്ശൂർ കോർപ്പറേഷൻ പ്രഥമ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ഡോക്ടർ M ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PA സീതി അധ്യക്ഷത വഹിച്ചു. KSPL ചാരിറ്റബിൾ വിംഗ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ KK മുഹമ്മദ് കുട്ടി, TA സിദ്ദിഖ്, TK കൊച്ചി ഇബ്രാഹിം, കേരള വെറ്ററിനറി സർവകലാശാല മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ M മുസാദിഖ്, KM ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ PK ശ്രീജേഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, പ്രധാനാധ്യാപകൻ KS കിരൺ, PTA വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KA അനിൽ, PTA പ്രസിഡന്റ് പ്രീതി നിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി അഖിലേഷിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ യജ്ഞശാലയിൽ ശാരദാചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ചു. ക്യാപ്റ്റൻ ചന്ദ്രൻ ഗ്രന്ഥ സമർപ്പണം നടത്തി. നൈന കൊച്ചുത്താമി നിറപറ നിറച്ചു. ക്ഷേത്രം പ്രസിഡന്റ് VK ചന്ദ്രശേഖരനും സെക്രട്ടറി CK രാമുവും കലവറ നിറയ്ക്കൽ നടത്തി. പ്രകാശൻ, ഷെർലി എന്നിവർ യജ്ഞശാലയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം സമർപ്പിച്ചു. മാതൃസമിതി പ്രസിഡന്റ് ലതാ പ്രദീപ്, സെക്രട്ടറി ഷീജ ശിവൻ, ട്രഷറർ രാജീവ് ശ്രീധരൻ, മറ്റു മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFിന് മിന്നും ജയം. 18 സീറ്റുകളിൽ UDF വിജയിച്ചു. തൃശ്ശൂരടുത്ത് സുരേഷ് ഗോപി. തൃശ്ശൂരിൽ കോൺഗ്രസിന് സംഭവിച്ചത് അപ്രതീക്ഷിത തോൽവിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നടന്നത് BJP കോൺഗ്രസ് ഡീലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ചാലക്കുടിയിൽ കോൺഗ്രസിലെ ബെന്നി ബെഹനാന് വൻ വിജയം. 63,754 വോട്ടുകൾക്ക് ബെന്നി ബെഹനാൻ വിജയിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.